ഹലോ, ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ ഇന്നൊരു എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള കൊതുകിന്റെ സാധനമാണ് കേട്ടോ ചൈനയിലെ പാർക്കുകളിൽ വെച്ചിട്ടുള്ളത്, കൊതുകിനെ തുരത്താൻ വേണ്ടി. ഇങ്ങനെയുള്ള എക്സിബിഷനിലൂടെ പങ്കെടുക്കുമ്പോൾ നമ്മൾക്ക് ചൈനയുടെ പുതിയ പുതിയ ഓരോരോ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുവാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്നത് 2 വീലർ ഉപയോഗിക്കുമ്പോൾ മഴയും വെയിലൊക്കെ കൊള്ളാതെ നമ്മുടെ മൊബൈലുകൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ചെറിയ വിലയുള്ളൂ കേട്ടോ. ഒരുപാട് ഐറ്റംസ് എനിക്ക് ഈ ഒരു ഫെയറിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്നാണ് തോന്നുന്നത്. ഇവിടെ ചൈനക്കാർ കാലൊക്കെ വയ്യാത്ത ആൾക്കാർ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വണ്ടിയിലാണ് യാത്ര ചെയ്യുക. അപ്പോൾ ആ ഒരു വണ്ടിയാണ് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിർമ്മിക്കുന്ന ഫാക്ടറികളുടെ ഔട്ട്ലെറ്റാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് വേണ്ടവർക്ക് ഇവിടെ പോയി സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് അവർക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടിയൊക്കെ കഴിയും. അപ്പം ഞാനിങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ച് തരാമെന്ന് വിചാരിച്ചാണ്. ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള അയൺ ചെയ്യുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി നിങ്ങൾക്കൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മിക്സി പോലത്തെ ഗ്രൈൻഡറാണിത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പൊടിക്കാൻ വേണ്ടി ഇത് ഒരുപാട് ഉപകാരപ്പെടും. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലൊന്നും ഇതൊന്നും വന്നിട്ടുണ്ടാവില്ല. അതുപോലെ വ്യത്യസ്തമാർന്ന വാട്ടർ ബോട്ടിലുകൾ. നമ്മൾ പലരും വിചാരിക്കുന്നുണ്ടാവും ചൈനയുടെ പ്രൊഡക്റ്റുകൾ നിലവാരം കുറഞ്ഞവയാണ് എന്ന്. ഇവിടെയുള്ള പ്രൊഡക്റ്റുകൾ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള ഒരുപാട് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതുമായ സാധനങ്ങൾ ചൈനയിലെ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾക്ക് ഏത് ക്വാളിറ്റിയിലാണ് വേണ്ടത്, ഏത് പ്രൈസിനാണ് വേണ്ടത് എന്ന് അനുസരിച്ചാണ് ഇവിടെ നിന്നും ഇവരുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മൾ പ്രൈസ് കുറഞ്ഞത് മതിയെന്ന് പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് പ്രൈസ് കുറവ് എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ചൈനയിലെ മാർക്കറ്റിൽ നിന്ന് ക്വാളിറ്റി കുറവുള്ള സാധനങ്ങളാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഇവിടെ വന്നിട്ടുള്ള പല ആൾക്കാർക്കും അറിയാമായിരിക്കും. പക്ഷെ നമ്മൾ നാട്ടിലിരുന്നു കൊണ്ട് പറയും, ഓ ചൈനയല്ലേ 6 മാസം വാരണ്ടി അല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ അതല്ല കേട്ടോ, ആക്ച്വലി നടക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്തോരം ഐറ്റംസ് ആണ് ഇവരുടെ പുതിയ പുതിയ ഐറ്റംസ്. ഓ കണ്ട് 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 എനിക്ക് തന്നെ മതിയായി. അത്രത്തോളം ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നോക്കിക്കേ, എന്ത് ഭംഗിയാലേ. ഓരോരോ രാജ്യക്കാർ വന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അവർ ഓർഡർ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്ത് എക്സിബിഷൻ നടക്കുവാണ്, കസ്റ്റമേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുവാണെങ്കിലും അവർ ഉറങ്ങാനുള്ളവർ ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനുള്ളവർ കഴിക്കുകയും അവർ ആ സമയത്ത് ഇപ്പോൾ 11:30 സമയം. ഇവരുടെ ലഞ്ച് ടൈം 11:30. അപ്പോൾ ആ 11:30 ആയപ്പം അവർ കറക്റ്റ് ആ എക്സിബിഷനിലാണെങ്കിലും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇത് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുന്ന പാർക്കുകളിലൊക്കെ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അതും ഇവരിവിടെ അതിൻ്റെ നിർമ്മാതാക്കൾ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു എക്സിബിഷനിൽ ബൂത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമാർന്ന ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഇത് ട്രക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടി. അങ്ങനെ ഒരുപാട് കാഴ്ചകളിൽ എനിക്ക് ഈ ഇന്നത്തെ ഒരു എക്സിബിഷനിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാതെ കുറച്ച് മാത്രം നിങ്ങളെ കാണിച്ചതാണ്. ഇത് നോക്കിക്കേ, ഇത് സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് കേട്ടോ. എത്ര വെറൈറ്റി. ഇതൊക്കെ കണ്ടാൽ ഒരു മെഴുകുതിരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ? അത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അത് പല തരത്തിലായിട്ട്. ഇവിടെ നോക്കിക്കേ, ഏതെല്ലാം മോഡലുകളിലാണ് നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നതെന്ന്. ആൾക്കാരുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഒരുപാട് വെറൈറ്റിയിൽ ഇത് കാണാൻ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ നാട്ടിലോട്ടൊന്നും ഈ സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിലോട്ട് ഇതുവരെ എത്തിയിട്ട് പോലും ഇല്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമൻ്റ് ഇടുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. പിന്നെ അവിടെ ഹലോവിൻ ഡേ ആണല്ലോ ഇന്ന്. ഹലോവിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
റോബോട്ടുകളൊക്കെ ഇതിൻ്റെ എന്നിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാനാകെ ചമ്മിപ്പോയി. അങ്ങനെ ഇതാ ഹാലോവിൻ്റെ വേറെ കുറേ സംഭവങ്ങൾ. ഇത് നോക്കിക്കേ, ഇത് ഹാലോവിൻ ഡേക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇവരൊക്കെ ഷോപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. ഇത് നോക്കിയ പുറകിൽ കൈയും കാലും ഒക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ വിശേഷങ്ങൾ കണ്ട് ഞാൻ അതിലൂടെ ഒരുപാട് നേരം നടന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ കമൻ്റായിട്ട് എഴുതുക. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത എക്സിബിഷനിൽ പോകുമ്പോഴും അവിടെ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അതിന് ഈവൻ ഈ വിമർശനങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. അതൊക്കെ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ചൈനയുടെ പുതിയ വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും ഒരു ഹാലോവിൻ ഡേ ആശംസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങളതിലൂടെ ഒരുപാട് നേരം കഴിഞ്ഞു. രാവിലെ ഞങ്ങൾ പോയതാണ്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഈ എക്സിബിഷനിൽ പുതിയ പുതിയ കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് കിട്ടും ഈ ഒരു എക്സിബിഷനിൽ പോകുന്നതോടെ. എനിക്കതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെയാണ് ഞാൻ ഈ എക്സിബിഷനിൽ പോയത്. ഒരുപാട് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാൻ വേണ്ടിയൊക്കെ കഴിയും. അപ്പം അതെല്ലാം കണ്ട് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന്, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റായ ഈവു നഗരത്തിലായിരുന്നു. അപ്പോൾ ഈവു നഗരത്തിൽ നിന്നും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് യാത്രയാവുകയാണ്. ഹസ്ബൻഡിൻ്റെ കൂടെ കാറിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് ഈവു നഗരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.